നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ ഏറെ അനുഗ്രഹകരമായ ഒരു ഈസ്റ്റർ ദൈവനാമത്തിൽ വളരെ വിനയത്തോടെ നേരുന്നു. എത്രയും പ്രിയപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് വിവിധ ഭദ്രാസനങ്ങളിലും വിവിധ സെൻ്ററുകളിലും ഒന്നിച്ച് പ്രവർത്തിപ്പാൻ സാധിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹത്തോടും അതോടൊപ്പം തന്നെ കരുതലോടും കാണുമ്പോഴൊക്കെ അല്പം തമാശകളൊക്കെ പറഞ്ഞ് പരസ്പരം സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാനൊരു അബദ്ധവശാൽ അല്ല, ബോധപൂർവം ഒരു 5:30 മണിക്ക് ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. ഞാൻ പ്രിയപ്പെട്ട ഇവിടെ വന്നപ്പോൾ ഗേറ്റ് അച്ഛൻ ഓടി ഒന്ന് തുറന്നു തന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ റോഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടതായിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ വളരെ ഉത്സാഹത്തോടുകൂടെ നമ്മുടെ സഭയുടെ വിവിധ ഇടവകളിൽ അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടും നന്ദിയോടും ഓർക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ സ്നേഹത്തിനും കരുതലിനുമായി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു വിദേശത്തു നിന്ന് പോകുന്ന ചെറിയ യാത്രയെന്നുള്ളതേ ഉള്ളൂ, ഇന്ന് രാത്രി പോകണം, അത്രയേ ഉള്ളൂ. അതോടെ നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക, അതല്ലാതെ മറ്റ് വിദേശയാത്ര അല്ല ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളായിരുന്നല്ലോ. യേശു കർത്താവിൻ്റെ ഉയർപ്പ് സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു വേദശാസ്ത്രപരമായും ആത്മീയമായും ചരിത്രപരമായും നമ്മെ ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 6-ാം വാക്യം അവിടെ പറയുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന തിരുവചന ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ദിനം ആചരിക്കുകയും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ബലഹീനരായ ഞങ്ങൾക്കും ഈ ഇടവകയിൽ ഒന്നിച്ച് ചേർന്ന് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്കായി ഒരുക്കിയല്ലോ. ദൈവത്തിന് നന്ദി, സ്തോത്രം. കർത്താവെ, വന്നുകൂടപ്പെട്ട എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ, ഉയർപ്പിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോട് വന്നവർ, നിരാശയോട് വന്നവർ, ഏതെങ്കിലും ശാരീരികമായ രോഗക്ലേശങ്ങളോട് വന്നവർ എല്ലാവർക്കും ഉയർപ്പിൻ്റെ സന്തോഷവും സൗഖ്യവും സമാധാനവും പ്രത്യാശയും അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ വചനം കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തെ മുഖാന്തരമാക്കി തീർക്കണമേ. മശിഹ മൂലം അപേക്ഷിക്കുന്നു പിതാവേ, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ ഇന്നേറെ സന്തോഷത്തോടും താല്പര്യത്തോടും ഏറെ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷാനുഭവം പങ്കിടുന്ന ഒരു ദിനമാണല്ലോ. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ജനതയോട് ചേർന്ന് ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഇടവകയായി ഇപ്രകാരം പ്രഭാതത്തിൽ ഉയർപ്പിൻ്റെ സന്തോഷം പങ്കിടുവാൻ ദൈവം കൃപ തന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശു കർത്താവിൻ്റെ ഉയർത്ത് എഴുന്നേൽപ്പെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരടിസ്ഥാനമാണ്. സഭ നിൽക്കുന്നത് ഈ ഉറച്ച വിശ്വാസത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഇന്നിൻ്റെ യാഥാർത്ഥ്യമാണ്. എൻ്റെ സ്നേഹിതന്മാരായ ചില ഹൈന്ദവരുമായി ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാൽ, അവരുടെ പുരാണം പോലെ ഒരു കഥയാണ്, ഒരു കടങ്കഥയാണ്,
ഇത് പണ്ട് തൊട്ടേ പറഞ്ഞ് ശീലിച്ച പല്ലവിയാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ വിശ്വാസാനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് യേശു കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ അനുഭവമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ അന്ധകാര ശക്തികളെ ജയിച്ച് ഇന്ന് രാജാതിരാജനായി വാഴുന്ന യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഊടും പാവും നൽകി എന്നെ പരീക്ഷിക്കുന്ന ഒരു വലിയ ശക്തിയാണ്, ദൈവമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഓരോ ഉയർപ്പ് ഞായറാഴ്ചയുമല്ല, ഓരോ നിമിഷവും ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ ഉയർപ്പിൻ്റെ പ്രത്യാശ നമുക്കുണ്ടാകണം. ഇന്നൊരു ഉയർപ്പ് ഞായറാഴ്ചയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ആരംഭിക്കുമ്പോൾ ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതം ആരംഭിപ്പാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. 2-3 ചെറിയ ചുരുക്കം ചില ചിന്തകൾ മാത്രം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈസ്റ്ററിൻ്റെ സന്ദേശം? ഈസ്റ്ററിൻ്റെ സന്ദേശം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ മലയാള മനോരമ സൺഡേ സപ്ലിമെൻ്റ് ചിന്താവിഷയത്തിൽ ഈ അടുത്ത കാലത്തായി ഈ ചിന്താവിഷയം എഴുതുന്നത് ഒരു ഹൈന്ദവ ഒരു സ്ത്രീയാണ്. അവർ വളരെ പ്രൗഢമായ രീതിയിലാണ് ചിന്താവിഷയങ്ങളൊക്കെ നല്ല ധ്യാനാത്മകമായി ആത്മീയ പ്രബോധനം ലഭിക്കത്തക്കവണ്ണം ചിന്തകൾ പങ്കിടുന്നത്. അവർ ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രഭാതവും ഈസ്റ്റർ ദിനങ്ങളായിരിക്കട്ടെ എന്നാണ് അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹൈന്ദവ സ്ത്രീ പറയുകയാണ്, ഓരോ ദിവസവും ഓരോ പ്രഭാതവും ഈസ്റ്റർ ദിനങ്ങൾ ആകട്ടെ. എന്താ ഈസ്റ്റർ ദിനം? അത് പ്രത്യാശയുടെ, ഉയർപ്പിൻ്റെ. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഏറെ അനുഗ്രഹമായ അനുഭവം നൽകുന്നത് നിങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത് നമുക്ക് മാതൃകാട്ടി തന്ന യേശു കർത്താവിനെ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രഭാതത്തിൽ ഓർത്ത് ധ്യാനിപ്പാനുള്ള ഒരു മഹത് ചിന്തയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച അഭിമന്യ തിത്തുസ് തിരുമേനി വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തിയത് ഞാൻ ഓൺലൈനിലൂടെ ഞാൻ പിന്നീട് കണ്ടു. എത്ര ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഈ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവങ്ങൾ, ക്രൂശീകരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം വ്യക്തമായി ജീവിതാനുഭവങ്ങളിലൂടെയും ചില സാരാംശങ്ങളിലൂടെയും പങ്കുവെച്ചത് ഞാൻ കേട്ടു. അതുകൊണ്ട് നന്മയുടെ ഒരു വിജയമാണ്. അതുമാത്രമല്ല, ഒരു പ്രത്യാശയുടെ ഉത്സവം കൂടെയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു ആത്മീയ പദവി എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. മരിച്ചാലും ജീവിക്കും. ഈ പ്രത്യാശ അനുഭവത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈസ്റ്റർ എന്ന വാക്കിന് അർത്ഥം തന്നെ ഉദയം, പ്രഭാതം എന്നൊക്കെയാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ലോക ജീവിതത്തിൽ എല്ലാ ഇരുളിനും അപ്പുറമായി ഒരു വെളിച്ചമുണ്ട്. ഈ അന്ധകാര ശക്തിക്ക് അപ്പുറം ഉദിച്ചുയരുന്ന ഒരു സൂര്യ തേജസ്സുണ്ട്. അത് ഒളിച്ചിരിക്കുകയാണ്. എന്താണ് ഒളിച്ചിരിക്കുന്നത്? ഇരുളിനപ്പുറമായി ഒളിച്ചിരിക്കുന്ന ദിവ്യമായ തേജസ്. ഈ പാപലോകത്തിൽ ഒളിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മൂർത്തിഭാവമായിരിക്കുന്ന ക്രിസ്തു തമ്പുരാൻ ഒളിച്ചിരിപ്പുണ്ട്. ഈ അന്ധകാര ശക്തികൾ ഇന്ന് വല്ലാതെ നമ്മുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉയർപ്പ് പ്രഭാതത്തിൽ നമ്മൾ പറയേണ്ടത് ഇതിനപ്പുറമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്നുള്ളതാണ്. ഈ ലോകക്രമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് എന്തെല്ലാം അന്ധകാര ശക്തികളാണ്. എവിടെയും എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് ലഹരി, അതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ രാസ ലഹരിയിൽ അകപ്പെട്ടിരിക്കുന്ന യുവതലമുറ, കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നമ്മൾ വശായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ഇതിനപ്പുറമായി ഒരു ഉയർപ്പുണ്ട്, ജീവനുണ്ട്, വെളിച്ചമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിരാശപ്പെടേണ്ട എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതം എത്ര സങ്കടത്തിലോ, എത്ര പ്രശ്ന കലുഷിതമാണോ, എത്ര സങ്കീർണമാണോ നമുക്ക് തോന്നിയാലോ, നിശ്ചയമായും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ഒരു ഉദയം ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്രകാരം ഒരു പ്രതീക്ഷയാണ്
ഉയർപ്പ് ഞായറാഴ്ച നമുക്ക് നൽകി തരുന്നത് നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും പ്രത്യാശാപൂർണമായ ഒരനുഭവം എന്ന് പറയുന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ ദിവസത്തെ വളരെ ശക്തമായ 2-3 വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രത്യാശയിലാണ് ഓരോ വ്യക്തിയുടെയും രക്ഷ എന്ന് പറയുന്നത്. പ്രത്യാശയിലാണ് നമ്മുടെ രക്ഷ. ഈ പ്രത്യാശയിൽ രക്ഷ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ മുക്കുവന്മാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. അതിന് പറയുന്നത് 3-ാം പൊക്കം എന്നാണ് പറയുന്നത്. 3-ാം പൊക്കം. ഈ ചിന്ത എന്ന് ചോദിച്ചാൽ, കടലിൽ അബദ്ധവശാൽ അപകടത്തിൽ ആരെങ്കിലും കാണാതെ പോവുകയാണെങ്കിൽ 3-ാം ദിവസം കടലമ്മ ഈ ആളിനെ തിരിച്ചു കൊണ്ടുവരും. ഒരുപക്ഷെ ജീവനോടെ ആയിരിക്കും, അല്ലെങ്കിൽ ജീവനില്ലാതെ ആയിരിക്കും. ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ ജീവനില്ലാതെ ഈ കടലമ്മ കടലിൽ അകപ്പെട്ട് മരണപ്പെട്ടവരോ അപായത്തിൽപ്പെട്ട ആളുകളെയോ മടക്കിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ പ്രത്യാശയുടെ വലിയ ഒരു സന്ദേശം എന്ന് ചോദിച്ചാൽ, ഈസ്റ്റർ എന്ന മഹാസംഭവം, ഈസ്റ്റർ എന്ന 3-ാം പൊക്കം നമുക്കും നൽകുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന സഹനം, പരാജയം, മരണം, ഇതൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പ്രത്യാശയുടെ ദൂത് നൽകിക്കൊണ്ടാണ്. സെമിത്തേരിയിൽ ശവക്കുഴിയുടെ അടുക്കൽ ഈ മൃതദേഹം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും വളരെ പ്രത്യാശയോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്. ഇത് അവസാനമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരാരംഭമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നന്മയുടെ ഒരു വിജയം, ഈ ലോകക്രമത്തിൽ തിന്മയുടെ ശക്തി, അന്ധകാര ശക്തി വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറമായി ഒരു ദിവ്യമായ വെളിച്ചമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആ മഹോ ഉത്സവത്തിൻ്റെ സ്തുതിനം കൂടെയാണ് ഈസ്റ്റർ എന്ന ഈ ദിവസം. അതുകൊണ്ട് നാം ഓർക്കേണ്ടത് നന്മയുടെ വിജയം. ജീവിതത്തിൽ തിന്മ ശക്തികൾ എത്ര കൊടികുത്തി വീണാലും ഒരു നന്മയുടെ ശക്തി വിജയം പിൻപിലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. 2, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന്, നമുക്ക്, എനിക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ, ആവർത്തിച്ച് തമ്പുരാൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സൂക്തമാണ് ഈ സമാധാനം എന്നുള്ളത്. അതുകൊണ്ട് നിശ്ചയമായും ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ രാജ്യത്ത് ഒരൽപ്പം സമാധാനം ഉണ്ടാകാൻ നാം എന്നും എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളെന്നും പറയും യുദ്ധം എന്നുള്ളത് റഷ്യയിലും ഉക്രൈനിലും അവിടെയും പലസ്തീനിലൊക്കെ നടക്കുന്ന ഒരു വലിയ പ്രക്രിയയായിട്ടാണ് നാം യുദ്ധത്തെ കാണുന്നത്. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഭവനങ്ങളും പലപ്പോഴും പല സമയങ്ങളിൽ യുദ്ധക്കളങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ, ഞങ്ങളുടെ ഇടവകയിൽ സമാധാന പ്രഭുവായ ദൈവമേ അവിടുന്ന് എഴുന്നള്ളണമേ. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് സമാധാന അനുഭവത്തിൽ നിലനിൽക്കുവാൻ ദൈവമേ നമ്മെ ഒരുക്കണമേ. വിശ്വാസമൂഹമെന്ന് അഭിമാനിക്കുന്ന വ്യത്യസ്ത സഭകൾ പോലും പരസ്പരം വിദ്വേഷിച്ചും കലഹിച്ചും പോരടിച്ചും പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരിറ്റ് സമാധാനം ലോകത്ത് നൽകിത്തന്ന തമ്പുരാൻ്റെ ദിവ്യമായ ദർശനം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ ഉയർപ്പ് ഞായറാഴ്ചയെങ്കിലും സമാധാന അനുഭവത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ട് എന്നതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷകനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിത്തരുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ സന്ദേശമാണ്. അത് ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ സമാധാനം സ്വീകരിച്ച് സമാധാനവാഹകരായി കടന്നു പോകാൻ സാധിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് സമാധാനം. അപ്പോഴൊന്ന് ഞാൻ പറഞ്ഞത് നന്മയുടെ വിജയമാണ്. സമാധാനം നൽകുവാൻ
കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് സമാധാനം തന്നുകൊണ്ടിരിക്കുന്നു. ഇത് യുദ്ധഭൂമിയാണെങ്കിലും യുദ്ധഭൂമിയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ ദിവ്യ സമാധാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊന്ന്, ഈ ഉയർപ്പെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് പോയതല്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കൂടെ നിൽക്കുന്നവനാ. കുരിശിൽ ചുവട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് മഗ്ദലന മറിയം. അവളാണ് സങ്കടത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് ഉദ്ധാനത്തിന് സാക്ഷിയാകാൻ അവകാശമുള്ളൂ. സങ്കടത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഉദ്ധാന സാക്ഷിയാകാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇടവകയിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഒക്കെ ഇതുപോലെയുള്ള മറ്റുള്ള സങ്കടങ്ങളുടെ കൂടെ നിൽക്കുക, അവരുടെ വിജയത്തിൽ സന്തോഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് സന്തോഷാനുഭവം എന്നും എപ്പോഴും നമുക്കുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യമായ ഒരനുഭവമായിരിക്കണം. അതുമാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് നമുക്ക് നൽകിത്തന്ന ഉറപ്പെന്താണ്? തമ്പുരാൻ പറയുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വളരെ ശക്തമായ ഭാഷയിൽ തമ്പുരാൻ പറയുകയാണ്. ഉദ്ധിതനായ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഇന്ന് ജീവിക്കുന്ന കർത്താവ് നമുക്ക് നൽകുന്ന ഉറപ്പിതാണ്, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് സ്നേഹത്തിൻ്റെ വലിയ ഭാവമാണ്. യേശു കർത്താവ് പറയുന്നു, യുഗാന്ത്യം വരെ നിന്നോടൊപ്പം ഉണ്ടാകും, നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഉയർപ്പിൻ്റെ ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അതേ മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്ന മനോഭാവം എന്നും എപ്പോഴും എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവും നൽകി തരുന്ന ഒരനുഭവമാണ്. സാന്നിധ്യത്തെക്കാൾ വലിയ സമ്പത്ത് ഭൂമിയിൽ ഒന്നുമില്ല. സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം. കനാവിലെ കല്യാണ കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മുടെ വീടുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഒരു സംഭവകഥ. വിവാഹം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം നടന്നൊരു വാഹന അപകടത്തെ പറ്റിയാണ്. ഈ വാഹന അപകടത്തിൽ ഭർത്താവിൻ്റെ അരം മുതൽ താഴേക്ക് തളർന്നു. വൈദ്യപരിശോധനയിൽ, ചികിത്സയിൽ ഡോക്ടർമാർ വിധി എഴുതി ദാമ്പത്യ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് ഭാര്യയോട് വേറെ വിവാഹം കഴിക്കാനായിട്ട് വീട്ടുകാരും നാട്ടുകാരും ഉറ്റവരും ഒക്കെ പറഞ്ഞു. ഒടുവിൽ ഈ തളർന്നു കിടന്ന ഭർത്താവ് പറയുകയാണ്, നീ എന്നോടൊത്ത് ദിനങ്ങൾ ചിലവഴിച്ച് നിൻ്റെ ആയുസ് പാഴാക്കണ്ട, നിനക്ക് വിവാഹം കഴിച്ച് വേറെ കുടുംബജീവിതം ആരംഭിക്കാം. വളരെ സങ്കടത്തോടും കണ്ണുനീരോടും കൂടെ അവൾ പറയുകയാണ്, ദൈവമാണ് നമ്മെ കൂട്ടിച്ചേർത്തതെങ്കിൽ ഈ അപകടം മൂലം നമ്മൾ തമ്മിൽ വേർപിരിയുവാൻ ഉള്ളവരല്ല. വ്യക്തമായ ധാരണ. ആ ചരിത്രം, ആ സംഭവം പറയുന്നത്, നീണ്ട 50 സംവത്സരക്കാലം അവർ ഒന്നിച്ച് ജീവിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ശുശ്രൂഷകളെല്ലാം നൽകി ജീവിതമേറെ സന്തോഷത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാപൂർവം അവർ മുന്നോട്ട് പോയി. 50 വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു അനിശ്ചിതാവസ്ഥ. നമ്മോടൊപ്പം ഉള്ള ആളുകൾക്ക് മരണപ്പെടുമ്പോൾ നമുക്ക് ഉള്ള വൈകാരികമായ സംഘർഷം വളരെ വലുതാണ്. ഈ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു. നമ്മൾ വീടുകളിലൊക്കെ അങ്ങനെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണല്ലോ ഒരു ഏകതാബോധം, ശൂന്യതാബോധമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. കൂടെയില്ല, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സ്നേഹം തന്നയാൾ, കൂടെ പാർത്തവർ ഇല്ല, അവർ മാറ്റപ്പെട്ടു. ഇനി എന്താണ്? എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി. സംസ്കാരം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും 72 വയസ്സുള്ള ഈ സാധുവായ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ ഏങ്ങലടിച്ച് കരയുകയാണ്. എന്താ ഏങ്ങലടിച്ച് കരയുവാനുള്ള കാരണമെന്നറിയാമോ? അവൾ പറയുകയാണ്, ഇനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ വീട്ടിലില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിലില്ലല്ലോ. കണ്ടു നിന്ന ആളുകളുടെ ഹൃദയം വല്ലാതെ അസ്വസ്ഥതയാണ്, തകരുകയാണ് ആ വിലാപത്തിൽ. എന്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം
അത്രമാത്രം വിലപ്പെട്ടതാണ്. നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതലോടെ കാത്ത് ദുഷ്ടൻ്റെ കൈകളിൽ നിന്ന് വിടുവിച്ച് രക്ഷയുടെ മാർഗത്തിൽ നമ്മെ നിലനിർത്തി ഭാവി പ്രത്യാശകളാക്കി തീർക്കുവാൻ കനി തോന്നിയ തമ്പുരാൻ്റെ സാന്നിധ്യം അല്പസമയത്തേക്ക് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും പറയുകയാണ്, ഞാൻ എല്ലാ കാലവും നിങ്ങളോട് കൂടെയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന് അത് മനസ്സിലാകും. ഒരു പരിധിവരെ ശിഷ്യന്മാർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പിൽ 2025 ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപക്ഷേ വിങ്ങുന്ന ഹൃദയങ്ങളുണ്ടാകാം, സങ്കടപ്പെടുന്ന ആളുകളുണ്ടാകാം. സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി എന്ന ബോധത്തിൽ ഇല്ല, അവൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ഉറപ്പിൽ ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ഉറപ്പോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം തുടരാം. ഉയർപ്പിൻ്റെ ജീവൻ നയിക്കുന്ന നമുക്ക് സഹോദരങ്ങളുടെ കൂടെയും എപ്പോഴും ഉണ്ടാകുവാനുള്ള ഒരു പരസ്പര അനുഭവം. അതുകൊണ്ടാണ് ഒരു വാക്ക് വളരെ പ്രസക്തമാണ്, കൂട്ടായ്മ എന്നുള്ളത്. കൂടെ കഴിയുക, കൂടെ വസിക്കുക, ഒന്നിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും വേദനയുടെയും സമയത്തും കൂടെ ഉണ്ടാകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. ഈ മാനുഷികമായി നമ്മൾ ചിന്തിക്കുക നമ്മുടെ കൂടപ്പിറപ്പുകളെല്ലാം ഇങ്ങനെ മാറിപ്പോകും. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത, മാറ്റമില്ലാത്ത നിത്യരക്ഷകനായ യേശു കർത്താവ് ഈ ഉയർപ്പ് ദിനം മാത്രമല്ല, ഓരോ ദിനം ആരംഭിക്കുമ്പോഴും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിൻ്റെ പ്രത്യാശയുടെ ദൂത് സംവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടത് എത്രയോ ആവശ്യമായിരിക്കുന്നു. നിശ്ചയമായും നമ്മുടെ യുഗത്തിൻ്റെ അവസാനം വരെ, മരണം വരെ നമുക്ക് അവർക്കൊപ്പം, അവനോടൊപ്പമായിരിക്കാൻ ഇടയാകണം. കാരണം നമ്മുടെ യുഗത്തിൻ്റെ അവസാനം വരെ തമ്പുരാൻ നമ്മോട് ഒപ്പമുണ്ടല്ലോ. ഈ ഉയർപ്പ് ദിനം നമ്മളെല്ലാവരും ഏറെ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ ദൈവം പാകെടുത്ത് വന്നിരിക്കുമ്പോൾ ഉദ്ധിതനായ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഒരു വാഗ്ദത്തം, യുഗാന്ത്യം വരെ നിന്നോടുകൂടെയുണ്ട്. യേശു നമ്മോടൊപ്പമുണ്ടോ? ജോലി രംഗങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, യാത്രാവേളകളിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ ഈസ്റ്റർ ദിനം ഓരോ പ്രഭാതവും നമുക്ക് നല്ല ഈസ്റ്റർ ദിനം എന്നുള്ള നിലയിൽ സ്വീകരിച്ച് മഹത്തരമായി മുന്നോട്ട് പോകുവാൻ ദൈവമേ നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായ ഉയർപ്പിൻ്റെ സന്തോഷം വാഗ്ദാനം ചെയ്യുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു, നേരുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇടവകയായി നമ്മൾ അനുഭവിക്കുന്ന ഈ ദിവസന്തോഷം മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ദിവ്യരക്ഷയുടെ മാർഗത്തിൽ നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ.